ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ ഐഷ്മുഖം എന്ന പ്രദേശത്തേക്കാണ്. അനന്തനാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നാണ് ഐഷ്മുഖം. ഐഷ്മുഖം ഗ്രാമത്തിൽ നിന്ന് 100 മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലാണ് പ്രമുഖ സൂഫി വര്യന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഷെയ്ഖ് നൂറുദ്ദീന്റെ ശിഷ്യനായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഗുഹക്കുള്ളിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തനായ ഒരു സൂഫി വര്യനായിരുന്നു സൈനുദ്ദീൻ എന്നവർ. കിഷ്ത്വാർ എന്ന നാട്ടുരാജ്യത്തിലെ ഹിന്ദു രാജകുമാരനായ സിയാസിംഗ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. AD 15-ാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹിന്ദു രാജകുമാരനായിരുന്നു അദ്ദേഹം. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് സൈനുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. 13 വയസ്സുള്ളപ്പോൾ കിഷ്ത്വാറിലെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് യാസിംഗ് അന്തരിച്ചു. അതേസമയം സിയാസിംഗിന് ഗുരുതരമായ ഒരു രോഗം പിടിപെടുകയുണ്ടായി. ആ ദിവസങ്ങളിൽ ഷെയ്ഖ് നൂറുദ്ദീൻ എന്ന സൂഫി വര്യൻ ഈ മേഖലയിലൂടെ കടന്നു പോവുകയായിരുന്നു. ധാരാളം കറാമത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സിയാസിംഗിന്റെ അമ്മ തന്റെ മകന് പിടിപെട്ട അസുഖം ഭേദമാകുന്നതിനു വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നൂറുദ്ദീൻ തങ്ങൾ അത് സമ്മതിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, സുഖം പ്രാപിച്ചതിനു ശേഷം സിയാസിംഗിനെയും കൂട്ടി കാശ്മീരിൽ വരണമെന്ന്. എന്നാൽ സിയാസിംഗ് തന്റെ വാഗ്ദാനം പാലിച്ചില്ല. അങ്ങനെ വീണ്ടും അദ്ദേഹം രോഗബാധിതനായി. ഈ സമയം അദ്ദേഹത്തിന്റെ അമ്മ വീണ്ടും ദുഃഖത്തിലായിരിക്കുമ്പോൾ തന്റെ സ്വപ്നത്തിൽ നൂറുദ്ദീൻ തങ്ങൾ കാശ്മീരിൽ വെച്ച് അവരെ കാണണമെന്ന് വീണ്ടും പറഞ്ഞു. സുഖം പ്രാപിച്ച ശേഷം ഇരുവരും ഷെയ്ഖ് നൂറുദ്ദീൻ തങ്ങളെ കാണാനായി കിഷ്ത്വാറിൽ നിന്ന് ബംസുവായിലേക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ യാത്ര നടത്തി. അവിടെ എത്തിയപ്പോൾ അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും സിയാസിംഗിനെ സൈനുദ്ദീൻ വാലി എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് മൻജാൻ ഗ്രാമത്തിൽ അദ്ദേഹം ആത്മീയ പൂർണ്ണത കൈവരിക്കുകയും ആത്മീയ ഗുരുവിന്റെ ഉപദേശം ലഭിച്ചപ്പോൾ ഐഷ്മുഖത്തിലെ ഈ ഗുഹയിൽ എത്തിപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഈ ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ ഗുഹയുടെ കവാടം നിറയെ പാമ്പുകളും ഇഴജന്തുക്കളുമായിരുന്നു. പക്ഷേ തന്റെ അധ്യാപകനായ ഷെയ്ഖ് നൂറുദ്ദീനിൽ നിന്ന് സ്വീകരിച്ച ഒരു വസ്തു സൈനുദ്ദീൻ വാലി തറയിൽ സൂക്ഷിക്കുകയും ആ പാമ്പുകൾ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു. പതിറ്റാണ്ടുകളോളം ഈ ഗുഹയിൽ അദ്ദേഹം ധ്യാനത്തിലായി കൂടി. ഷെയ്ഖ് അവറുകൾ പിന്നീട് ഈ ഗുഹ അദ്ദേഹത്തിന്റെ വാസസ്ഥലമാക്കി മാറ്റി. ഹസ്രത്ത് സൈനുദ്ദീൻ വാലിയുടെ പേരിൽ എല്ലാ വർഷവും ഏപ്രിൽ 25-ന് ഉറൂസ് നടന്നു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ തീയതി കൃത്യമായി ആർക്കും അറിയില്ല. ഈ മക്കാമിനോട് ചേർന്ന് കങ്ക എന്നറിയപ്പെടുന്ന 2 പള്ളികളുമുണ്ട്. ഈ സൂഫി വര്യന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും മ്യൂസിയമായി സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വില്ലും ജപമാലയും മരത്തടിയും തടി കൊണ്ടുള്ള ഒരുപാട് വസ്തുക്കളും പണവും വിശുദ്ധ ഖുർആനും ഇതിൽ ഉൾപ്പെടുന്നു. ഈ തിരുശേഷിപ്പുകളെല്ലാം കാശ്മീരിലുടനീളമുള്ള വിശ്വാസികൾ വളരെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഉറൂസിനായി ഒത്തുകൂടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. ഒരു വിവേചനവുമില്ലാതെ എല്ലാ മതത്തിൽപ്പെട്ടവരും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹസ്രത്ത് സൈനുദ്ദീൻ വാലി മക്കാമിലേക്ക് അനന്തനാഗ് നഗരത്തിൽ നിന്ന് റോഡ് ഗതാഗതത്തിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അനന്തനാഗ് പെഹൽഗാം റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലിഡർ താഴ്വരയിലെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായ പെഹൽഗാമിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് മഹാനവറുകളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അനന്തനാഗിൽ നിന്നും പെഹൽഗാമിൽ നിന്നും ഈ മക്ബറ സന്ദർശിക്കാൻ ബസ്സുകളും ടാക്സികളും ലഭ്യമാണ്. ഈ മഹാനവറുകളെ കുറിച്ച് ധാരാളം ചരിത്രങ്ങളുണ്ട്. അതിൽ ചുരുങ്ങിയ ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം.